വി.ഡി. സതീശൻ എന്നാൽ വെറും ഡയലോഗ് സതീശൻ എന്നാണെന്നും സമരാനുഭവങ്ങൾ ഇല്ലാത്ത ആളാണെന്നും പറഞ്ഞ മന്ത്രി മുഹമ്മദ് റിയാസും കൂട്ടരും കളിയാക്കിയ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളും കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശൻ നയിക്കുന്ന ജനകീയ ചർച്ചാ സദസ്സുകളെ കുറിച്ച് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനും നയിക്കുന്ന സമരാഗ്നി ജാഥയുടെ ഭാഗമായി എല്ലാ മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്ന ജനകീയ ചർച്ചാ സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നീതി നിഷേധം നേരിടുന്നവരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയവൈകല്യം മൂലം കഷ്ടത അനുഭവിക്കുന്നവരുമായ വ്യക്തികളെയും സംഘടനകളെയും നേതാക്കൾ നേരിൽ കാണുന്നതും അവരുടെ പ്രശ്നങ്ങളും പരാതികളും കേൾക്കുന്നതും അവരെ ചേർത്ത് നിർത്തുന്നതും കൂടുതൽ ജനകീയതയുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതാണ് നാം ജനകീയ ചർച്ചാ സദസ്സിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായാണ് ജനകീയ ചർച്ചാ സദസ്സുകൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനക്കൂട്ടം എന്നാൽ ഉമ്മൻചാണ്ടിക്ക് അതൊരു വികാരമായിരുന്നു. കേവലം ഒരു സഞ്ചാരമായിരുന്നില്ല, ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞുള്ള ഒരു യാത്രയായിരുന്നു അത്. അതിന്റെ മൂർത്തവും ഉദാത്തവുമായ രൂപമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടത്തിയ ഓരോ ജനസമ്പർക്ക പരിപാടികളും. ഇപ്പോൾ സമരാഗ്നി പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന ജനകീയ ചർച്ചാ സദസ്സുകൾ കണ്ടപ്പോൾ വി.ഡി. സതീശൻ എന്ന നേതാവ് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നത് എന്നതിനെ നാം ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. തന്നെ തേടിയെത്തുന്ന ഓരോരുത്തർക്കും സാന്ത്വനം നൽകിയ ശേഷം മാത്രം തിരിച്ചു പോകുന്ന വി.ഡി. സതീശൻ സഹപ്രവർത്തകർക്ക് ഒരു അത്ഭുതമാകുകയാണ്. സമരാഗ്നിക്കിടെ നടക്കുന്ന ജനകീയ ചർച്ചാ സദസ്സ് എന്ന് പറഞ്ഞാൽ നാം നവകേരള സദസ്സിൽ കണ്ട പോലെ വരുന്ന ആളുകളെ ഭാവിക്കാതെ, അവരെ ഒന്നും ഗൗനിക്കാതെ നേതാക്കൾ നേരെ സ്റ്റേജിൽ കയറി നിന്ന് ഘോരം പ്രസംഗിച്ചു പോകുന്ന എന്തോ ആണെന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ജനങ്ങളുമായുള്ള ഇടപെടൽ വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ ഭരണ സംവിധാനത്തിൽ നിന്നും നീതി ലഭിക്കുന്നതിന് ജനങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ചിലപ്പോൾ സർക്കാർ ശ്രമിച്ചാലും നടക്കാതെ വരുന്ന കാര്യങ്ങളുണ്ട്. ഗവൺമെന്റും ജനങ്ങളും തമ്മിലുള്ള ഈ തടസ്സങ്ങളൊക്കെ എന്താണെന്ന് ജനങ്ങളിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കാനാണ് 14 ജില്ലകളിലുമായി ഈ ജനകീയ പ്രക്ഷോഭ യാത്രയായ സമരാഗ്നിക്കിടെ ജനകീയ ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കുന്നത്. 14 ജില്ലകളിലെയും പരിപാടി പൂർത്തിയായ ശേഷം ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിലെ ചുവപ്പ് നാട പരിഹരിക്കാനുള്ള ഉത്തരവുകൾ പ്രതിപക്ഷ നേതാവ് പുറത്തിറക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ പരിപാടിയുടെ ഉദ്ദേശവും ലക്ഷ്യവും. ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അത് എത്ര ബുദ്ധിമുട്ടായാലും അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് വി.ഡി. സതീശന്റെ ശൈലി എന്ന് അനുഭവം കൊണ്ട് വ്യക്തമാക്കുന്നുണ്ട് ഓരോ നേതാക്കളും. ഏത് പദവി അലങ്കരിച്ചാലും ആ പ്രവർത്തന പാതയിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ അടുത്തുനിന്ന് കാണാനും അറിയാനുമുള്ള അവസരമായി വി.ഡി. ജനകീയ ചർച്ചാ സദസ്സിനെ കാണുന്നുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമ്പോഴാണ് ഒരു നേതാവിന്റെ ദൗത്യം പൂർണ്ണമാകുന്നതെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുന്നുമുണ്ട്. വൻകിട വികസന പദ്ധതികളിലൂടെ കേരളം ഒരു വശത്ത് മാറാൻ ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ അഴിമതികളിലൂടെ തട്ടി നീങ്ങുമ്പോൾ, മറുവശത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം ചുവപ്പ് നാടകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ സാങ്കേതിക കെട്ടുപാടുകൾ നീക്കി അർഹതയുള്ളവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്ന ദൗത്യം ഏറെ ശ്രമകരം തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴുള്ള പിണറായി സർക്കാരിന്റെ ഭരണം നിലനിൽക്കുമ്പോൾ എല്ലാ ജില്ലകളിലും അവർ തന്നെയാണ് നേരിട്ടെത്തുന്നത്. ആവശ്യങ്ങളും ആവലാതികളുമായി എത്തിയ ആരും നിരാശരാകില്ല എന്നത് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും സമൂഹത്തിന്റെ താഴെ തട്ടിൽ ഇറങ്ങിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ലഭിച്ച അറിവുമെല്ലാം വച്ച് അദ്ദേഹം സാമൂഹ്യമായ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനുള്ള ഉത്തമമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത് കാണുമ്പോൾ ഇത്തരം ജനപ്രതിനിധികളാണ് നമുക്ക് നേതാക്കളായി നാടിനെ മുന്നോട്ട് നയിക്കുവാനായി വേണ്ടതെന്ന് തോന്നിപ്പോകുകയാണ്.